ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ നൗൺ ഫോം വേർഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നൗൺ ഫോം? ഇപ്പൊ ചിയർഫുള്ളി LYയിൽ അവസാനിക്കുമ്പം അത് ആഡ്വർബാണ്. ഹാപ്പി, ഹാപ്പി മാൻ അഡ്ജക്റ്റീവ് ആണ്. സൂപ്പർ ചോദ്യം അത്. ഐ സെഡ് ടു മൈ മദർ ഐ വിൽ സർട്ടൻലി ടേക്ക് യു ടു ബാംഗ്ലൂർ ദിസ് വീക്ക്. ഒരുപാട് പേരെ കൺഫ്യൂസ് ചെയ്യിച്ചൊരു ചോദ്യം. കന്നഡ മീഡിയം ആണ്. ഒരുപാട് പേരെ കൺഫ്യൂസ് ചെയ്യിച്ച ചോദ്യം. കാരണം ആ ഐ മാറുന്നത് പലർക്കും പ്രശ്നമാണ്. നാലാമത്തെ ചോദ്യം, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. അവർ ബസ് 2023 ഉള്ളതാണ് കേട്ടോ. അവർ ബസ് വെന്റ് ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച 4 LP UPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒറ്റ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഇത് കണ്ടുപിടിക്കാൻ. അപ്പം ഈ ചോദ്യങ്ങളൊന്നും നേരത്തെ ചെയ്തിട്ടുള്ളതല്ല. ആപ്പിലോ അതുപോലെ തന്നെ യൂട്യൂബിലോ നമ്മൾ ചെയ്ത ചോദ്യങ്ങളല്ല. കന്നഡ മീഡിയം ഉണ്ട്, തമിഴ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. അതിനകത്ത് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടെ കട്ടി എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ആ 40 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും അവസാനം വരെ ഈ ക്ലാസ് കാണണം. കാരണം ഈ ക്ലാസ് നിങ്ങൾക്ക് അത്രമേൽ പ്രയോജനപ്പെടും. നമുക്കൊരു മോഡൽ മനസ്സിലാവും. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ നൗൺ ഫോം വേർഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നൗൺ ഫോം? ഇപ്പൊ ചിയർഫുള്ളി LYയിൽ അവസാനിക്കുമ്പം അത് ആഡ്വർബാണ്. ഹാപ്പി, ഹാപ്പി മാൻ അഡ്ജക്റ്റീവ് ആണ്. ഓണസ്റ്റി, സത്യസന്ധത, ഓണസ്റ്റ് അഡ്ജക്റ്റീവ്. ഓണസ്റ്റി നൗണ, ആൻസർ കിട്ടി. ജലസ് അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ആണ്. ജലസ്, ജലസ് എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ചുരുക്കി പറഞ്ഞ ആൻസർ കിട്ടി, ഓണസ്റ്റി. കാര്യത്തിലേക്ക് വരാം. ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് കേരള PSCയുടെ യൂട്യൂബ് ചാനലിൽ. നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, നൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പാർട്സ് ഓഫ് സ്പീച്ചിലെ ഈ 4 എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, വെർബ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. രഞ്ജിത്ത് സാർ ക്ലാസ് എൻട്രി ആപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റ് വരും. ആ ക്ലാസ് ഒന്ന് കാണണം നിങ്ങൾ അത്യാവശ്യമായിട്ട്. കാരണം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയം പോകും. എളുപ്പത്തിൽ കാണാം. കാരണം പാർട്സ് ഓഫ് സ്പീച്ച് 8 ഉള്ളൂ. അതിനകത്ത് പാട് ഈ 4 കണ്ടുപിടിക്കാനാണ്. അതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇപ്പൊ LYയിൽ അവസാനിച്ചാൽ അത് ആഡ്വർബ്. അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗം പറയുന്നുണ്ട്. ഓക്കെ, അത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുട്ട് ദ ഫോളോയിങ് ഈവൻസ് ഇൻ ദ റൈറ്റ് ഓർഡർ. സൂപ്പർ ചോദ്യമാണ്. മൈ ഫാമിലി വാസ് വിത്ത് മീ. എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഹി ടോൾഡ് us to stay calm. അയാൾ ഞങ്ങളോട് പറഞ്ഞു ശാന്തനായിട്ടിരിക്കാൻ. ആസ് വി entered the pet shop his dog started to bark. ഞങ്ങൾ ആ പെറ്റ് ഷോപ്പിലോട്ട് കയറിയപ്പം അയാളുടെ പട്ടി കുരയ്ക്കാൻ തുടങ്ങി. ഐ വിസിറ്റഡ് മിസ്റ്റർ ഗുപ്താസ് പെറ്റ് ഷോപ്പ് ഓൺ മൈ വേ ഹോം. വീട്ടിലേക്കുള്ള വഴിയിൽ ഞാൻ മിസ്റ്റർ ഗുപ്തായുടെ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്തു. ഹി ഹാസ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് പെറ്റ് ആനിമൽസ്. അയാൾക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പെറ്റ് ആനിമൽസിന്റെ. ഇനി കാര്യത്തിലേക്ക് വരാം. ഇതിന്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ്? ഇതൊരു കഥ പോലെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഓർഡർ വരുന്നത്? ഒന്ന്, ഐ വിസിറ്റഡ് മിസ്റ്റർ ഗുപ്താസ് പെറ്റ് ഷോപ്പ് ഓൺ മൈ വേ ഹോം. അതായത് 1. ഹി ഹാസ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് പെറ്റ് ആനിമൽസ്. 2, അല്ലെങ്കിൽ മൈ ഫാമിലി വാസ് വിത്ത് മീ 2 കൊടുക്കും. ഐ വിസിറ്റഡ് മിസ്റ്റർ ഗുപ്താസ് പെറ്റ് ഷോപ്പ് ഓൺ മൈ വേ ഹോം. ഇവിടെ 2 വരാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ 2 വരാം. ഇത് 3 കൊടുത്താൽ മതി. മൈ ഫാമിലി വാസ് വിത്ത് മീ, എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആസ് വി entered the pet shop his dog started to bark. 4. ഹി ടോൾഡ് us to stay calm. 5. ഇങ്ങനെ എടുത്തോളൂ. ഓക്കെ, ചിലപ്പോൾ ഇത് 2 തിരിഞ്ഞു വരാം. അതായത് ഐ വിസിറ്റഡ് മിസ്റ്റർ ഗുപ്താസ് പെറ്റ് ഷോപ്പ് ഓൺ മൈ വേ ഹോം. ഹി ഹാസ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് പെറ്റ് ആനിമൽസ്. അപ്പൊ എങ്ങനെയായാലും അത് മൈ ഫാമിലി വാസ് വിത്ത് മീ 2ാമതും വരാം, 3ാമതും വരാം. അങ്ങനെ പറഞ്ഞാൽ ഒരു തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവർ ഉത്തരം കൊടുത്തിരിക്കുന്നത്. ആൻസർ കീ കൊടുത്തിരിക്കുന്നത് 4-1 ആണ്. 4-1 എന്ന് പറഞ്ഞാൽ ആണ് ഐ വിസിറ്റഡ് മിസ്റ്റർ ഗുപ്താസ് പെറ്റ് ഷോപ്പ് ഓൺ മൈ വേ ഹോം. അത് കഴിഞ്ഞ് മൈ ഫാമിലി വാസ് വിത്ത് മീ. അത് കഴിഞ്ഞാണ് ഹി ഹാസ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് പെറ്റ് ആനിമൽസ്. തിരിച്ചു പറഞ്ഞാലും പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരി ഉത്തരം അതാണ്. സൂപ്പർ ചോദ്യമാണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സെന്റൻസ്. 40 ചോദ്യങ്ങളുണ്ട്. അവസാനം വരെ ഇരിക്കണേ. വളരെ യൂസ്ഫുൾ ആണ്, ഞാൻ വെറുതെ പറയുമല്ല. ഫൈൻഡ് ദ കറക്റ്റ് സെന്റൻസ്. മിസ്റ്റർ മൈക്ക് ഈസ് ആൻ യൂറോപ്യൻ. അപ്പൊ ഈ തെറ്റ് തിരുത്താൻ ചോദിക്കുന്ന എല്ലാം ഒരേ മേഖലയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെ. ഇവിടെ ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ എ ആൻഡ് ദ. സോ എയും ആനും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻ യൂറോപ്യൻ തെറ്റാ, എ യൂറോപ്യൻ. ദ ക്യാപ്റ്റൻ സെൻഡ് ആൻ SOS മെസ്സേജ്. ശരിയാ, SOS എന്ന് എഴുതുമ്പോൾ എ വരും. ആൻ SOS, അത് ശരിയാണ്. അപ്പൊ ആ സെന്റൻസ് കറക്റ്റാ. ഐ വർക്ക് ഇൻ ആൻ യൂണിവേഴ്സിറ്റി തെറ്റാ, എ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. എ യൂണിവേഴ്സിറ്റി നമ്മൾ പഠിച്ചതാ. ആൻ ഇയർ തെറ്റാ, ഇയർ എന്ന് എഴുതുമ്പോൾ യാ എന്ന് വരുന്നത് കൊണ്ട് എ ഇയർ എന്നാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. അതും തെറ്റ്. ചുരുക്കി പറഞ്ഞ ദ ക്യാപ്റ്റൻ സെൻഡ് ആൻ SOS മെസ്സേജ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, എ ഇയർ, അതാണ് കറക്റ്റ്. ആൻ SOS എന്നുള്ളത് ശരിയായതുകൊണ്ട് ആ സെന്റൻസ് കറക്റ്റ് ആയിട്ട് വന്നു. ഡെത്ത് ലേസ് ഈസ് ഐസി ഹാൻഡ് ഈവൻ ഓൺ കിങ്സ്.
രാജാക്കന്മാരുടെ മേൽ വരെ മരണം അതിന്റെ തണുത്തുറഞ്ഞ കൈകൾ പ്രയോഗിക്കുന്നു. ജെയിംസ് ഷേർലി എന്ന് പറയുന്ന എലിസബത്തൻ റൈറ്ററുടെ ഡെത്ത് ദ ലെവലർ എന്ന കവിതയിലെ ലൈനാണിത്. മരണത്തിന് കൈകളുണ്ടോ? ഇല്ല. മരണത്തിന് ഐസി ഹാൻഡ്സ് എന്നൊക്കെ പറയുമ്പം ഒരു അബ്സ്ട്രാക്ട് ഐഡിയയ്ക്ക് നമ്മൾ മനുഷ്യരൂപം കൽപ്പിക്കുമ്പോൾ അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചിന്റെ പേര് പെഴ്സോണിഫിക്കേഷൻ എന്നാണ്. ഉദാഹരണം സൂര്യ ഭഗവാൻ. സൂര്യൻ ജീവനില്ലാത്തൊരു സാധനമാണ്, നമ്മൾ അതിനെ സൂര്യ ഭഗവാൻ എന്നൊക്കെ പറയും. മനുഷ്യന്റെ രൂപത്തിൽ ഇപ്പൊ ഭാരതാംബ എന്നൊക്കെ പറയും, ഒരു രാജ്യത്തിന്റെ പേരാണ്, പക്ഷെ നമ്മൾ ഭാരതാംബ ഒരു സ്ത്രീ രൂപമാണ് സങ്കല്പിക്കുക, അത് പെഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. സിമിലി എന്ന് പറഞ്ഞാൽ ആസും ലൈക്കും വരുന്നതാണ്. ആസ് മെറ്റഫർ എന്ന് പറയുമ്പോൾ ഈസാമാർ ആസ് വേറെ വരുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. എന്റെ പ്രേമം ഒരു ചുമന്ന റോസാ പുഷ്പത്തെ പോലെയാണെന്ന് പറയുമ്പോൾ സിമിലിയ. എന്നാൽ മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ് എന്ന് പറയുമ്പോൾ മെറ്റഫർ. അതാണ് വ്യത്യാസം. ഓക്സിമോറോൺ എന്തോന്നറിയാം? ഓക്സിമോറോണിന്റെ ഉദാഹരണം ഞാൻ പറയാം. വിജയപരാജയങ്ങൾ, നിമ്നോന്നതങ്ങൾ, ഉയർച്ച താഴ്ചകൾ, ഇങ്ങനെയൊക്കെ പറയാം. ഒരു വാക്കും അതിന്റെ ഓപ്പോസിറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിമോറോൺ. ഇതൊന്ന് പഠിച്ചു വെച്ചോ. എ വേർഡ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഈസ് യൂസ്ഡ് ടു. ഈ കവിത തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വിക്ടർ വിക്ടിം, വിജയിച്ചവനും പരാജയപ്പെട്ടവനും. ഒരു ലൈനിൽ ഒരേപോലെ ഉപയോഗിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിമോറോൺ. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് മൂവ്മെന്റ്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ ബുൾ? ഞാൻ ഈ എക്സ്പ്ലനേഷൻ ഒരുപാട് കാണിക്കാത്ത എന്താ അറിയോ? ഞാൻ പറഞ്ഞ് അത് മൊത്തം ഞാൻ പറയുന്നുണ്ട് എക്സ്പ്ലനേഷൻ, അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് മാച്ച് പോകുന്നത് കേട്ടോ. സമയം കുറവായതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തീരണം. വലിച്ചഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ക്ലാസ്, നിങ്ങൾക്കും അതാണ് നല്ലത്. കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ, ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് മൂവ്മെന്റ്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ ബുള്ള്? ബുള്ളിന്റെ മൂവ്മെന്റ്സിനെ വിളിക്കുന്ന പേര് ചാർജ് എന്ന. ആൻസർ ചാർജ്. ബുള്ളിന്റെ മൂവ്മെന്റ്സിനെ ചാർജ് എന്ന് വിളിക്കും. പ്രാൻസ് എന്ന് പറയും. കുതിര മുൻകാലുകളിൽ പൊങ്ങി കരയുന്നതിനെയാണ്, ചാടുന്നതിനെയാണ് പ്രാൻസ് വിളിക്കുന്നത്. കുതിര ഹോഴ്സിന്റെ മൂവ്മെന്റ് ആണ്. സ്ട്രട്ട് എന്തോ? സ്ട്രട്ട് ഞാൻ പറയാം, അരയന്നത്തിന്റെ അന്തം അല്ല, അരയന്നം അല്ലല്ലോ. സ്ട്രട്ട് പീക്കോക്കിന്റെ. പീക്കോക്ക് മയിലിന്റെ മൂവ്മെന്റിനെയാണ്. പഠിച്ചു വെച്ചോളൂ. പീക്കോക്ക്. ഗ്ലൈഡ് അരയന്നത്തിന്റെയാണ്. ഗ്ലൈഡ് ശാന്തമായ, ഒഴുകുക, തെന്നിമാറ്. അരയന്നവും മറ്റു സ്വാനിന്റെ മൂവ്മെന്റിനെ നമുക്ക് ഗ്ലൈഡ് എന്ന് പറയും. ആൻസർ ചാർജ്. ബുള്ള് ചാർജ് ചെയ്യും, ഹോഴ്സ് പ്രാൻസ് ചെയ്യും, പീക്കോക്ക് സ്റ്റർട്ട് ചെയ്യും, അരയന്നം ഗ്ലൈഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. മൂവ്മെന്റ്സ് ആണ്. Fill in the blanks using the appropriate cohesive device from the given words. Solar energy is clean. Dash it helps you to save money. SCRT vocabulary ഇതാ ചോദിച്ചിരിക്കുന്നു. നിങ്ങളല്ലേ പറഞ്ഞ SCRT vocabulary ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം. പുസ്തകത്തിലുള്ള ചോദ്യം however എന്നിരുന്നാലും, അതർവൈസ് അല്ലെങ്കിൽ, മോറോവർ കൂടാതെ, മോറോവർ കൂടാതെ എന്ന് പറയും. യെറ്റ് എന്നിട്ടും, ഇതുവരെ ആയിട്ടും എന്നുള്ള അർത്ഥമാണ്. ഇതുവരെ ആയിട്ടും. ഞാൻ അർത്ഥം പറയാം. ഹൗവർ എന്നിരുന്നാലും. ഹീസ് എ മൈസർ, അവനൊരു പിശുക്കനാണ്. എന്നിരുന്നാലും അവൻ ഹി ഗേവ് മീ 1000 rupees yesterday. ഹൗവർ ഹി ഗേവ് മീ 1000 rupees yesterday. ടേക്ക് കെയർ അതർവൈസ് യു വിൽ ഫാൾ. ശ്രദ്ധിച്ച് നടക്കുക, അല്ലെങ്കിൽ നീ വീഴും. മോറോവർ ഹീസ് എ ഫൂൾ, മോറോവർ ഹീസ് എ സ്കൗണ്ടറൽ. അവനൊരു ഫൂളാണ്, കൂടാതെ അവൻ്റെ സ്കൗണ്ടറിലാണ്. യെറ്റ് ഐ ഹാവിൻറ്റ് റിസീവ്ഡ് ദ സാലറി യെറ്റ്. എനിക്ക് ഇതുവരെയായിട്ട് സാലറി കിട്ടിയിട്ടില്ല. ഐ ഹാവിൻറ്റ് കംപ്ലീറ്റഡ് ദ വർക്ക് യെറ്റ്. ഞാൻ ഇതുവരെയായിട്ടും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ആൻസർ ഈസ് സോളാർ എനർജി ഈസ് ക്ലീൻ, കൂടാതെ ഇറ്റ് ഹെൽപ്സ് യു ടു സേവ്. രണ്ട് പോസിറ്റീവാണ്. അപ്പോൾ ആഡിങ് ഫാക്ട്സാ. ബാക്കിയെല്ലാം മോറോവറും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മോറോവർ ആണ് കറക്റ്റ്. ഹവോവറും അതർവൈസും ഒക്കെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ടൂത്ത് ബ്രഷ്? സൂപ്പർ ചോദ്യം. ടൂത്ത് ബ്രഷിന്റെ പ്ലൂറൽ എന്താണ്? ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് സാധാരണ കോമ്പൗണ്ട് വേർഡ് 3 തരത്തിലാണ്. ഒന്ന് ലേഡി ഡോക്ടർ, രണ്ടാമത്തെ വാക്കിന്റെ മാത്രം പ്ലൂറലാക്കിയത്. ആദ്യത്തെ വാക്കിന്റെ പ്ലൂറലാക്കണ്ട. ലേഡി ഡോക്ടേഴ്സ്. ആദ്യത്തെ വാക്ക് തൊടിയേ വേണ്ട, അപ്പൊ ലേഡി മാറ്റണ്ട, ഡോക്ടേഴ്സ് മാത്രം പ്ലൂറലാക്കിയാൽ മതി. എന്നാൽ സൺ ഇൻ ലോ വരുമ്പോൾ ആദ്യത്തെ വാക്ക് മാറ്റണം. സൺസ് ഇൻ ലോ എന്ന് വരും. സൺസ് ഇൻ ലോ എന്ന് വരും. ഇവിടെ രണ്ടാമത്തെ വാക്കാണെങ്കിൽ ഇവിടെ ആദ്യത്തെ വാക്ക്. ഇനി 2 വാക്കും വരുന്നുണ്ട്. ഏതാ? ലോർഡ്സ് ജസ്റ്റിസസ്. രണ്ടും പ്ലൂറൽ ആവണം. ലോർഡ് ജസ്റ്റിസ് എന്നുള്ളതിന്റെ പ്ലൂറൽ ലോർഡ്സും ജസ്റ്റിസ്, രണ്ടും പ്ലൂറൽ ആയാലേ പ്ലൂറൽ. മാൻ സർവൻറ്റ്, മെൻ സർവൻസ്, രണ്ടും പ്ലൂറൽ ആയാലേ പറ്റും. അതിൽ ഏതാണ്? ടൂത്ത് ബ്രഷ്. അപ്പൊ ആദ്യത്തെ വേണ്ട. ടൂത്ത് ബ്രഷസ്. ഇതാണ് ടൂത്ത് ബ്രഷസ് എന്നുള്ളതാണ് കറക്റ്റ്. ടൂത്ത് ബ്രഷസ്. അടുത്ത ഫൈൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഒറിഗാമിയുടെ സ്പെല്ലിംഗ്. ഒറിഗാമി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് വേർഡാ. പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പേപ്പർ മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ജാപ്പനീസ് കലാരൂപത്തെ വിളിക്കുന്ന പേരാ ഒറിഗാമി. ഒറിഗാമിയുടെ സ്പെല്ലിംഗ് ഇതാ നടക്കുന്നത്. ഐ ആട്ടോ. ORIGAMI. എല്ലാവരും GAMY എഴുതി വെക്കും. ഒറിഗാമിയുടെ സ്പെല്ലിംഗ് ഉണ്ട്. ഒറിഗാമി. പിക്ക് ഔട്ട് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. വി ഓഫൺ വാച്ച് TV ഇൻ ദ ആഫ്റ്റർനൂൺ. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുമ്പോൾ സഹായകര ഇല്ലെങ്കിൽ വാച്ചിനെ സ്പ്ലിറ്റ് ചെയ്യണം.
വാച്ചിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു കിട്ടും. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് ആക്കണം. വി ഉണ്ടായതുകൊണ്ട് വി തന്നെ എഴുതാം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഡോണ്ട് വി, ആൻസർ ഡോണ്ട് വി. സെന്റൻസ് സഹായക്രിയ ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു ഡസ്റ്റ് ഇട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം, ഡോണ്ട് വി. ഇത്രയേ ഉള്ളൂ. ഒനിയോമാനിയ, സൂപ്പർ ചോദ്യം. ഒനിയോമാനിയ എന്തിനോടുള്ള ഭയമാണ്? ഇന്റൻസ് ഡിസയർ ടു ബി ഇൻ ഓപ്പൺ സ്പേസ് അല്ല. ഈ ഒനിയോമാനിയ എന്ന് പറഞ്ഞാൽ പണ്ട് സ്ത്രീകൾക്കുണ്ടായിരുന്ന ഭ്രമമാണ്. എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ഭ്രമം. മാനിയ ഫോർ മേക്കിംഗ് പർച്ചേസ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയും. ഇപ്പൊ ആണുങ്ങളും മോശമൊന്നുമല്ല, ആണുങ്ങൾ പർച്ചേസ് ചെയ്യും. പണ്ട് നമ്മൾ പറയുന്ന സിനിമയിലെ കാണിക്കുന്ന ഡയലോഗ് ഇപ്പോഴും കാണിക്കാറുണ്ട്. കാലം മാറി. ആണുങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും, പെണ്ണുങ്ങൾ പർച്ചേസ് ചെയ്യും, ആണുങ്ങളോട് ഇന്ന് ഉറങ്ങുന്നേ കാണിക്കും. അതൊക്കെ മാറി. ഇപ്പൊ ആണും പെണ്ണും ഒരേപോലെ പർച്ചേസ് ചെയ്യുന്നവരാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ മാനിയ ഉണ്ട്, ഒനിയോ മാനിയ എന്ന് പറയും. അടുത്ത കന്നഡ മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾ അത് ചെയ്ത് നോക്കി കാണത്തില്ല. ഇനി മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്ത് നോക്ക്. എന്നിട്ട് മാർക്കൂടെ കമന്റ് ചെയ്ത് ഓരോ മീഡിയത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് 10 നെഗറ്റീവ് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ള സമയം ഞാൻ തരാം. അടുത്ത ചോദ്യം ഇങ്ങനെ വരും: വിച്ച് എക്സ്പ്രഷൻ ഈസ് ദ റൈറ്റ് എമംഗ് ദ ഫോളോയിങ്? വിച്ച് എക്സ്പ്രഷൻ ഈസ് ദ റൈറ്റ് എമംഗ് ദ ഫോളോയിങ്? 2 weeks ആർ നോട്ട് എ ലോങ് ടൈം, 2 weeks വേർ നോട്ട് എ ലോങ് ടൈം, 2 weeks ഈസ് നോട്ട് എ ലോങ് ടൈം, 2 weeks ഹാസ് നോട്ട് എ ലോങ് ടൈം. ഹാസ് വീസും ആണ് സിംഗുലർ, ആറും വേറും പ്ലൂറലാണ്. ടോപ്പിക്കിന്റെ പേര് സബ്ജക്ട് വർബ് അഗ്രിമെന്റ്. സബ്ജക്ട് വർബ് അഗ്രിമെന്റ് കോൺകോഡ് നിങ്ങളുടെ സിലബസിലുള്ളതാണ്. അളവ്, തുക, ഉയരം, ഭാരം, സമയം, ഡ്യൂറേഷൻ ഇവ കാണിക്കുന്ന വാക്കുകളെല്ലാം ഇപ്പോൾ സിംഗിൾ ആയിരിക്കും. 1 രൂപ ആയാലും 1 ലക്ഷം രൂപ ആയാലും ഈസ. 1 lakh rupees ഈസ്, 10 kilograms ഈസ്, 30 miles ഈസ്, 3 feet ഈസ് എന്നൊക്കെ പറയും. അതുപോലെയാണ് 1 hours, 1 hour ആയാലും 2 hours, 25 hours ഈസാണ്. 3 weeks ഈസാണ്. 2 years ഈസാണ്. എത്ര വർഷമായാലും എത്ര മാസമായാലും എത്ര മന്ത് ആയാലും 12 months ഈസാണ്. ഇവിടെ ആൻസർ 2 weeks ഈസ് നോട്ട് എ ലോങ് ടൈം. ഹാസ് എന്തുകൊണ്ട് വരുന്നത് വെച്ചാൽ അർത്ഥം ശരിയാകത്തില്ല. ഹാസ് എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഈസ് ആകുന്നു എന്ന അർത്ഥത്തിലാണ്. സോ ദ ആൻസർ ഈസ് ദിസ് വൺ. സമയം, കാലം തുടങ്ങിയവയെ പറ്റി പറയുമ്പോൾ സിംഗുലർ. സെലക്ട് ദ ഓപ്ഷൻ വിച്ച് ഡിസ്ക്രൈബ്സ് കറക്റ്റ്ലി ദ സെന്റൻസ് ടാഗോർ വാസ് എ മാൻ ഓഫ് ലെറ്റേഴ്സ്. ഞാൻ പഠിപ്പിച്ചതാണ് ക്ലാസ്സിൽ. മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, സ്കോളർലി പേഴ്സൺ, ഒരുപാട് പഠിച്ചവൻ. ഇതിനകത്ത് അതേ അർത്ഥം വരുന്ന വാക്ക് നോക്കിയാൽ വൈൽഡ് കണ്ടൻസ്, എക്സലന്റ് ലെറ്റർ ഡിക്റ്റേറ്റർ, ഗ്രേറ്റ് റൈറ്റർ ഓഫ് ലെറ്റേഴ്സ് അല്ല, പ്രൊഫിഷ്യന്റ് ലിറ്റററി ആർട്സ്. ഇത് തെറ്റാ. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കത്തുകൾ എഴുതാൻ ആളല്ല, മറിച്ച് പ്രൊഫിഷ്യന്റ് ഇൻ ലിറ്റററി ആർട്സ്. ലിറ്റററി ആർട്സിൽ ഏറ്റവും പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ അവരാണ് സ്കോളർലി പേഴ്സൺ, പണ്ഡിതന്മാർ, നല്ല എഴുതാൻ അറിയാവുന്നവർ, ലാംഗ്വേജിൽ മാസ്റ്റർ ആയവർ. അവരെ വിളിക്കുന്ന പേരാണ് മാൻ ഓഫ് ലെറ്റേഴ്സ്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്, സാഹിത്യകാരൻ എന്നൊക്കെ പറയും. അന്റോണിം ഓഫ് റാവനസ്. റാവനസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് അറിയാമോ? ഗ്രീഡി, അസ്വേജ്ഡ്, വെരി ഹംഗ്രി, നൺ ഓഫ് ദീസ്. ഓപ്പോസിറ്റ്. ആദ്യം അർത്ഥം അറിയണം. ഇതിന്റെ അർത്ഥം ഗ്രീഡി എന്നാണ്. ഇതിന്റെ അർത്ഥം സെയിം ഗ്രീഡിയാണ്. അപ്പൊ അതുകൊണ്ട് അത് വരത്തില്ല. ഗ്രീഡി അത്യാഗ്രഹം, ആർത്തി. വെരി ഹംഗ്രി, അപ്പൊ അതും വരും. വെരി ഹംഗ്രി ആർത്തിയാണ്. ഇതെല്ലാം അർത്ഥമാണ്. അപ്പൊ അസ്വേജ്ഡ് എന്ന് പറയുന്ന വാക്കാണ് ഇതിന്റെ ശരിയായ ഉത്തരം. അസ്വേജിന്റെ അർത്ഥം വിശപ്പ് ശമിച്ച, സാറ്റിസ്ഫൈഡ് ആയ. മറ്റേത് ആർത്തി ശമിച്ച, വിശപ്പ് ശമിച്ച. അതാണ് സൂപ്പർ വാക്കാണ്. ചോദിക്കാം. ദ ട്രെയിൻ ഡാഷ് ആസ് ഫാസ്റ്റ് ആസ് ദ ബസ്. ചെയ്ത് വയ്ക്കോണേ. എന്നിട്ട് നെഗറ്റീവ് മാർക്ക് കഴിഞ്ഞിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. ദ ട്രെയിൻ ഡാഷ് ആസ് ഫാസ്റ്റ് ആസ് ദ ബസ്. വെന്റ്, റണ്ണിങ്, മൂവ്സ്, ഗോയിങ്. ഇവിടെ വെന്റ് ഫാസ്റ്റ് ആണ് ഉപയോഗിക്കാം. റണ്ണിങ് മാത്രമായിട്ട് വരത്തില്ല. ഈസ് റണ്ണിങ്ങോ ആർ റണ്ണിങ്ങോ ഉപയോഗിക്കും. ഗോയിങ് മാത്രമായിട്ട് എടുത്തില്ല, ING മാത്രമായിട്ട് എടുത്തില്ല. വരണമെങ്കിൽ അത് ജെറണ്ടായിരിക്കും. പിന്നെ ഉള്ളത് മൂസാണ്. വെന്റാണോ മൂസാണോ? ഇതൊരു സിമ്പിൾ പ്രസന്റ് ആണ്, ഫാക്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് പറയാം, ട്രെയിൻ മൂവ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ചോദ്യം. സബ്ജക്ട് വർബ് അഗ്രിമെന്റ് ചോദിച്ച ടെൻസ്. ഫൈൻഡ് ബിലോ ഫ്രേസസ് ടു മേക്ക് മീനിങ്ഫുൾ സെന്റൻസ്. ഹി ദാറ്റ് ഹാഡ് ബീൻ ബൈ ക്യാപ്ചേർഡ് 1 night എ ട്രൈബ് ഡ്രീംഡ്. ഹി ഹെറ്റ് എന്നല്ല, ഹി ആണ് കേട്ടോ. 2 ഹി വരുന്നുണ്ട് ആ സെന്റൻസ്. ഹി ഡ്രീംഡ് 1 night എ ട്രൈബ് ഹാഡ് ബീൻ ക്യാപ്ചേർഡ് ബൈ ഹി. 1 night he dreamed that he had been captured by a tribe. He dreamed he had been captured 1 night by a tribe. 1 night he dreamed a tribe he had been captured by. ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് കണ്ടുപിടിക്കും. ഒരു രാത്രി അവൻ സ്വപ്നം കണ്ടു തന്നെ ഒരു ഗോത്രവർഗ്ഗക്കാർ പിടിച്ചുവെന്ന്. 1 night he dreamed that, ഒരു രാത്രി he dreamed that അവൻ സ്വപ്നം കണ്ടു he had been captured by a tribe, അവനൊരു ഗോത്രവർഗ്ഗക്കാരാൽ പിടിക്കപ്പെട്ടു എന്ന്. സോ ഇതാണ് കറക്റ്റ് ഉത്തരം. നിങ്ങൾക്ക് കിട്ടി കാണത്തില്ല, ഇത്രയും സമയം ഞാൻ തന്നില്ല. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്, വിച്ച് വൺ ഈസ് കറക്റ്റ്. ഒരുപാട് സമയം കിട്ടത്തില്ല പരീക്ഷയ്ക്ക്, വേഗം ചെയ്ത് കേൾക്കണം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്, വിച്ച് വൺ ഈസ് കറക്റ്റ്. ദ ജൂറി വെയർ ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. ദ ജൂറി വെയർ ഇൻകംപയറബിൾ ഇൻ ദിയർ ഒപ്പീനിയൻ.
ദ ജൂറി വാസ് യുനാനിമസ് ഇൻ ദിയർ ഒപ്പീനിയൻ. ദ ജൂറി വെയർ സെപ്പറേറ്റഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. രണ്ടെണ്ണം ശരിയാണെന്ന് തോന്നുന്നത്. ജൂറിയുടെ റൂൾ എന്തുവാ? ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ജൂറി. അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ വെർബ് സിംഗുലറും ഡിവൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ വെർബ് പ്ലൂറൽ. ഇവിടെ ജൂറി വെയർ ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. കറക്റ്റ്. എന്താ അത് വേണമെങ്കിൽ ശരിയാവാം, കാരണം ഡിവൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ പ്ലൂറലാണ്, വേറെ തന്നെ ഉപയോഗിക്കേണ്ടത്. വേറെ വല്ല തെറ്റുണ്ടോ നമുക്ക് നോക്കാം. അവിടെ നിൽക്കും. ദ ജൂറി വാസ് യുനാനിമസ് ഇൻ ദിയർ ഒപ്പീനിയൻ. അതും ശരിയാണ്. എന്താ കാര്യം? അത് വാസ് യുനാനിമസ്. യുനാനിമസ് അയക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ വാസും വരാം. അപ്പൊ ഇതിൽ രണ്ടിലും ഏതാ? വേറെ എന്ത് തെറ്റ് കാണും? തെറ്റുണ്ട്. ഈ പ്ലൂറലായിട്ട് പറയുമ്പോൾ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻസ് എന്ന് പറയണം. അഭിപ്രായങ്ങൾ വരണമായിരുന്നു അവിടെ. അതില്ല. ഇവിടെ ഒരൊറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഒരൊറ്റ അഭിപ്രായം. അത് ശരിയാണ്. അതുകൊണ്ട് ഇതാണ് ശരി ഉത്തരം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ജൂറി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ സിംഗുലറും വാസും, ജൂറി ഡിവൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ പ്ലൂറലും. പക്ഷേ അപ്പം നൗണിനും മാറ്റം വരും. ഒപ്പീനിയൻസ് എന്ന് പറയണം. ഇവിടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് വാസിൻ്റെ കൂടെ. അതാ കറക്റ്റ്. നെക്സ്റ്റ് സൂപ്പർ ചോദ്യം അത്. ഐ സെഡ് ടു മൈ മദർ ഐ വിൽ സർട്ടൻലി ടേക്ക് യു ടു ബാംഗ്ലൂർ ദിസ് വീക്ക്. ഒരുപാട് പേരെ കൺഫ്യൂസ് ചെയ്യിച്ചൊരു ചോദ്യം. കന്നഡ മീഡിയമാണ്. ഒരുപാട് പേരെ കൺഫ്യൂസ് ചെയ്യിച്ച ചോദ്യം. കാരണം ആ ഐ മാറുന്നത് പലർക്കും പ്രശ്നമാണ്. നമ്മൾ ഐ മാറ്റി പഠിച്ചിരിക്കുന്ന ഹീയും ഷീയും ആണ്, അല്ലേ? എന്നാൽ ഇവിടെ ഐ സെഡ് എന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഐ വിൽ സർട്ടൻലി ടേക്ക് യു ടു ബാംഗ്ലൂർ. ഞാൻ അമ്മയെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാം. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അവൻ എന്ന് പറയൂ. ഇല്ല, ഞാനെന്ന് തന്നെ ഉത്തരത്തിൽ വരണ്ടേ. അതായത് ഹീ വരത്തില്ല, ഐ ആണ് വരാൻ സാധ്യതയുള്ളത്. ഷീയും വരത്തില്ല. ഐ രണ്ട് ചോദ്യങ്ങളിൽ ഓപ്ഷനിൽ മാത്രമേ ഐ ഉള്ളൂ. ഇനി ബാക്കി നോക്ക്. ഐ ടോൾഡ് മൈ മദർ ദാറ്റ് ഐ വുഡ് സർട്ടൻലി ടേക്ക് ഹർ ടു ബാംഗ്ലൂർ ദാറ്റ് വീക്ക്. ശരിയാണ്. ഐ ടോൾഡ് ടു മൈ മദർ. ടോൾഡ് ടു എന്ന് ഉപയോഗിക്കത്തില്ല, അപ്പൊ അത് തെറ്റാണ്. ടേക്ക് യു ടു ബാംഗ്ലൂർ. രണ്ട് തെറ്റുണ്ട്. ടോൾഡിന് ശേഷം ടു ഉപയോഗിക്കത്തില്ല. ടോൾഡ് മൈ മദർ എന്ന് മതി. രണ്ടാമത്തെ യു ഷീ ആവും. അമ്മേ എന്നുള്ളത് ഷീ ആവും. അതുകൊണ്ട് ഐ ടോൾഡ് മൈ മദർ ദാറ്റ് ഐ വുഡ് സർട്ടൻലി ടേക്ക് ഹർ ടു ബാംഗ്ലൂർ ദാറ്റ് വീക്ക്. ദിസ് വീക്ക് എന്നുള്ളത് ദാറ്റ് വീക്ക് ആവും. സൂപ്പർ ചോദ്യമാണ് റിപ്പോർട്ട് സ്പീച്ച്. നമ്മൾ ആ ചോദ്യ പേപ്പർ അവസാനിക്കാൻ പോകുന്നു. 8ാമത്തെ ചോദ്യം. ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ മീൻസ്. റൂൾ അറിയാവോ? ഹോസ്പിറ്റല്, സ്കൂള്, കോളേജ്, ചർച്ച് ഇവ ഏതാവശ്യത്തിന് വേണ്ടി പോകുന്നു അതിന് പോകുമ്പോൾ നോ ആർട്ടിക്കിൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വെന്റ് ടു ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. ദ ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പോയതാണ്. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു മീറ്റ് എ സിക്ക് ഫ്രണ്ട്. ഒരു രോഗിയായ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഞാൻ പോയെന്ന് പറയുമ്പോൾ ദ ഉപയോഗിക്കണം. ഇവിടെ അങ്ങനെ ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേക ആവശ്യമാണ് പോയത്, പുള്ളി ചികിത്സിക്കാൻ പോയതല്ല. ഏതാണ് ശരി? അഡ്മിറ്റഡ് ഡ്യൂ ടു ഇൽനെസ്. തെറ്റ്. പുള്ളിക്ക് വേണ്ടിയല്ല പോയത്. വിസിറ്റിംഗ് ദ ഹോസ്പിറ്റൽ ബട്ട് നോട്ട് അഡ്മിറ്റഡ്. ശരി. അഡ്മിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളി വിസിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. ശരിയാവാം, അങ്ങനെയും പറയാം കേട്ടോ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെങ്കിലും ഇത് ഉപയോഗിക്കാം. ആൻ ഔട്ട് പേഷ്യന്റ് അല്ല. അത് ശരി. 2, 3, 4. ഇത് 3 ശരിയാണ്. ഇതാണ്ട് 2, 3 and 4 ഓൺലി. ശരി. ഓക്കെ, സൂപ്പർ ചോദ്യം എന്ന ലിസ്റ്റിൽ പെടുത്താവുന്ന ചോദ്യമാണ്. നെക്സ്റ്റ്. സണ്ണി സിംഗിൾ, മൂണി സിംഗിൾ, ഐ ആം സിംഗിൾ. ദ സണ്ണും ദ മൂണൊന്നും ഉപയോഗിക്കണം. പോട്ടെ, ആ തെറ്റ് നമ്മൾ കാര്യമാക്കുന്നില്ല. ദ സൺ, ദ മൂൺ എന്നായിരുന്നു ഉപയോഗിക്കണം. ദ സണ്ണി സിംഗിൾ, ദ മൂണി സിംഗിൾ, ഐ ആം സിംഗിൾ. സൂര്യനും സിംഗിളാ, ചന്ദ്രനും സിംഗിളാ, ഞാനും സിംഗിളാ. ദാറ്റ് മീൻസ് ആൾ പ്രഷ്യസ് തിങ്സ് ദാറ്റ് സിംഗിൾ. സൂപ്പർ ചോദ്യം. LKG പിള്ളേരുടെ ചോദ്യം. തിങ്സ് പ്ലൂറലാ, അപ്പൊ 6 സിംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള ചോദ്യമാണ്. ഞങ്ങൾ 3 പേര് സിംഗിൾ ആണ്. ആൾ പ്രഷ്യസ് തിങ്സ് ആർ സിംഗിൾ എന്ന് പറയും. ദ വേർഡ് ടേഴ്സ് മീൻസ്. സൂപ്പർ ചോദ്യം. TRS. പലർക്കും അറിയാത്തൊരു വാക്ക്. ബ്രീഫ് ഇൻ സ്പീച്ച്, ബിയോണ്ട് ഫിയർ, വിത്തൗട്ട് ഓണർ, അണ്ടർസ്റ്റാൻഡ്. എന്തുകൊണ്ട് ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കുറച്ച് ഉപയോഗിച്ച് പ്രസംഗിക്കുന്നതിനെയാണ് ടേഴ്സ് എന്ന് പറയുന്നത്. അതൊരു കഴിവാണ്. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ഇല്ലാത്തൊരു കഴിവ്. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10 മണിക്കൂറൊക്കെ സംസാരിക്കുന്നവരുണ്ട്. കാലം മാറിയിട്ടും മാറാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു പരിപാടി നടത്തുവാണെങ്കിൽ ഒരു 40 പേരെയൊക്കെ സ്റ്റേജിൽ പിടിച്ചിരുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അറിയാവോ? എത്ര വലിയ ദ്രോഹമാണെന്നറിയാവോ? മുമ്പിലിരിക്കുന്ന ചിലപ്പോൾ 20 പേരെ കാണത്തുള്ളൂ ഓഡിയൻസിൽ. തിരിച്ചു കയറി ഇരുന്നാലും നല്ലതായിരുന്നു. അവർ ഓഡിയൻസിൽ ഇരുന്ന് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത്രയും പേർക്ക് ഇരിക്കായിരുന്നു അതിനകത്ത്. ഓക്കെ, സോ അങ്ങനെയുള്ള സാഹചര്യം നിങ്ങളും കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ഫംഗ്ഷനുകളിൽ പ്രസംഗം ഇന്നത്തെ കാലത്ത് ഭയങ്കര ബോറാണ്. 1, കേൾക്കാൻ ആളില്ല. ഇതൊന്നും ആൾക്കാർക്ക് വേണ്ട, കാരണം യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ. 2, ഇനി വിളിക്കുവാണെങ്കിൽ തന്നെ 1 or 2 പേരെ വിളിക്കുക. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പ്രസംഗിച്ച് മാറാൻ പറയുക. ഇന്നത്തെ കാലത്ത് അതാ ചെയ്യേണ്ടത്. ഇത് മനസ്സിലാവാതെ സ്വന്തം പ്രസംഗ കലകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി വന്നിരുന്ന് മണിക്കൂറോളം കാത്തിരുന്നോളും. എല്ലാവരും സംസാരിച്ച് പോയാലും കുഴപ്പമില്ല, 20ാമതായാലും കുഴപ്പമില്ല, എനിക്കൊരു അവസരം കിട്ടിയാൽ എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ്.
തമിഴ് മീഡിയത്തിലോട്ട് കിടക്കുന്നു. തമിഴ് മീഡിയം. ഫൈൻഡ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. എ പേഴ്സൺ ഹു ഈസ് വെരി കെയർഫുൾ അബൌട്ട് ഡീറ്റെയിൽസ്. സൂപ്പർ ചോദ്യം. മറ്റേ 10 മാർക്കിന്റെ എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാവരും. ഫൈൻഡ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. എ പേഴ്സൺ ഹു ഈസ് വെരി കെയർഫുൾ അബൌട്ട് ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് കെയർഫുൾ ആവുന്ന ആളെ വിളിക്കുന്ന പേര് മോണോമാനിയാക്, മെറ്റിക്കുലസ്, മിലിറ്റിയ, മൈക്കോളജി. മോണോമാനിയാക്ക് എന്തോ അറിയോ? ആൻസർ ഞാൻ പറയാം. പേഴ്സൺ ഹു ഈസ് വെരി കെയർഫുൾ അബൌട്ട് ഡീറ്റെയിൽസ്. പറഞ്ഞോട്ടെ. മെറ്റിക്കുലസ്. എ മെറ്റിക്കുലസ് പേഴ്സൺ. എ പേഴ്സൺ ഹു ഈസ് കെയർഫുൾ അബൌട്ട് ഡീറ്റെയിൽസ്. മെറ്റിക്കുലസ് പേഴ്സൺ പറയും. മിലിറ്റിയ എന്ന് പറഞ്ഞാൽ മിലിറ്ററി പവറാണ്, മിലിറ്ററി ആർമി. മൈക്കോളജി ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ്, ഫംഗസിനെ കുറിച്ചുള്ള സ്റ്റഡി. മോണോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധയെടുക്കുന്ന ആൾ. ചില ആൾക്കാരുണ്ട് ഒരു വിഷയത്തിൽ മാത്രമേ അവർക്ക് ശ്രദ്ധയുള്ളൂ, അവരെ മോണോമാനിയാക്ക്. മെറ്റിക്കുലസ് അതിസൂക്ഷ്മതയുള്ള. ഫംഗസിനെ പറ്റിയുള്ള പഠനമാണ് മൈക്കോളജി. പൗരസേന, ആർമിക്കാണ് മിലിറ്റിയ എന്ന് പറയുന്നത്. റിപ്പോർട്ട് ഫോളോയിങ്. ഹീസ് ദാറ്റ് ഐ ബോട്ട് ദ പേൾ ഫോർ മൈ മദർ. ബോട്ട് V2 ആ. V2 ഹാർഡ് പ്ലസ് V3 ആവും എന്നറിയാം. ഹാർഡ് ബോട്ട് ആവും എന്നറിയാൻ കഴിയുന്നവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഹി സെഡ് ദാറ്റ് ഹി ഹാസ് ബോട്ട് തെറ്റ്. ഹാർഡ് ബോട്ട് ശരി, ഹാർഡ് ബോട്ട് ശരി, ഹാർഡ് ബീൻ ബോട്ട് തെറ്റ്. അപ്പൊ ഇതിനകത്ത് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് ദ പേൾ ഫോർ മൈ മദർ. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് ദ പേൾ ഫോർ ഹിസ് മദർ. മൈ മദർ തെറ്റാ, ഹിസ് മദർ എന്നാവും, മൈ ഹിസ് ആവും. സോ അതാണ് ശരി. നെക്സ്റ്റ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിലെ ശരിയായ പ്രയോഗം ഏത്? ദ സിംഗർ എലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സ് പ്ലേസ് ദ ഹാർമോണിക്ക. എലോങ് വിത്തിന്റെ റൂള് പറഞ്ഞാൽ ഇപ്പൊ ആൻസർ കിട്ടും. സിംഗർ എലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സ്. എലോങ് വിത്ത് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനെ മാത്രം അനുസരിക്കും. ഇത് മാത്രമാണ് സബ്ജക്ട്. ദ സിംഗർ സിംഗുലറാ, അപ്പൊ എസ് ഉള്ള വെർബ്. പ്ലേ തെറ്റ, ആറ് തെറ്റ, ഹാവ് തെറ്റ. അപ്പൊ ആദ്യത്തെ പ്ലേസ്, പ്ലേസ് കറക്റ്റ്, സിംഗുലറാ. എളുപ്പം കണ്ടുപിടിക്കുന്നുണ്ട്. ഇത്രയും കാര്യമുള്ളൂ. സിംഗർ ആ സബ്ജക്ട്, പ്ലേസേ വരും. പ്ലേ, ആർ, ഹാവ് ഇത് മൂന്നും തെറ്റാണ്, പ്ലൂറലാണ്. നെക്സ്റ്റ്. സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് മേഡ് ഓർ ഡൺ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഓർ പർട്ടിക്കുലർ പർപ്പസ്. ഒറ്റ വാക്ക് അഡ്ഹോക്ക്, ടെമ്പററി. അഡ്ഹോക്ക് കമ്മിറ്റി, അഡ്ഹോക്ക് ലെക്ചറർ. പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയമിതനാവുന്ന അതിനാണ് അഡ്ഹോക്ക് എന്ന് പറയുന്നത്. അഡ് ഇൻഫിനിറ്റം, ഇന്നുണ്ട് കേട്ടോ. അഡ് ഫിനിറ്റം എന്ന് പറയും. ഇൻഫിനിറ്റി അനന്തമായ എന്നർത്ഥം. അഡ്യൂ, അഡ്യൂ എന്ന് പറഞ്ഞാൽ അഡ്യൂ എന്നുള്ളതിന്റെ പ്ലൂറലാണ് അഡ്യൂക്സ്. അഡ് ഇൻഫിനിറ്റോ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എൻഡ് ഓർ ലിമിറ്റ്. അഡ്യൂ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ, ഇതിന്റെ പ്ലൂറലാണ് അഡ്യൂക്സ്. അഡ്യൂവിന്റെ പ്ലൂറലും പഠിച്ചോ, അഡ്യൂക്സ്. ആ ക്യാപ്പല്ല എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇൻസ്ട്രുമെന്റൽ അക്കമ്പനിമെന്റ്, അതായത് പാട്ട് ഇൻസ്ട്രുമെന്റിന്റെ സഹായമില്ലാതെ പാട്ട് പാടുക, സൗണ്ട് മാത്രം. അതിനെ വിളിക്കുന്ന പേരാണ് എ ക്യാപ്പല്ല എന്ന് വിളിക്കും. നല്ലോണം നോട്ട് ചെയ്തു. അഡ്യൂവിന്റെ പ്ലൂറൽ പഠിച്ചോ, അഡ്യൂസ്. അഡ് ഇൻഫിനിറ്റോ എന്ന് പറഞ്ഞാൽ അനന്തമായ, വിത്തൗട്ട് എൻഡ് ഓർ ലിമിറ്റ്. അഡ്ഹോക്ക് സ്പെഷ്യൽ പർപ്പസ്. സൂപ്പർ ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഡു യു മൈൻഡ്. എളുപ്പമാണ്. നിങ്ങൾ ആൻസർ പറ. ഡു യു മൈൻഡ് നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്. ജെറണ്ട്, മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഇവയ്ക്ക് ശേഷം ING ഉപയോഗിക്കും. എളുപ്പമാണ്. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് ഇവയ്ക്ക് ശേഷം ING ഉപയോഗിക്കും. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോഷൻ. ടോമി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് സിസ്റ്റർ ഡാഷ് ദ ബാങ്ക്. ബാങ്കിൽ കാത്തു നിൽക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഐ വിൽ മീറ്റ് യു അറ്റ് ദ തിയേറ്റർ, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ ദ ബാങ്കും അറ്റ് ദ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിന്നെ അവിടെ വെച്ച് കാണാം എന്ന് പറയുമ്പോൾ അറ്റേ പറയാവുള്ളൂ. കാരണം ബാങ്കിനുള്ളിൽ വെച്ചല്ല, അതിന്റെ പരിസരത്ത് വെച്ച് കാണാമെന്ന് ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ വെച്ച് കാണാമെന്ന്, സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ച് കാണാമെന്ന്. മനസ്സിലായോ? അറ്റ് ദ തിയേറ്റർ, തിയേറ്ററിന്റെ ഉള്ളിലല്ല, തിയേറ്ററിന്റെ മുമ്പിലാ. എന്നാൽ മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്, അത് കറക്റ്റാണ്. എൻ്റെ അച്ഛൻ ബാങ്കിനുള്ളിലാണ് ജോലി ചെയ്യുന്നത്. അത് വ്യത്യാസമുണ്ട്. അറ്റും ഇന്നും തമ്മിലുള്ള രണ്ടും ഉപയോഗിക്കും. ഇന്നേ ബാങ്കും അറ്റേ ബാങ്കും എന്ത് വ്യത്യാസം നിങ്ങൾ കണ്ടുപിടിക്കണം. അറ്റ് ദ ബാങ്ക്, ബാങ്കിന്റെ പരിസരത്ത് വെച്ച് കാണാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ബാങ്കിലല്ല, അതിന്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, അപ്പൊ അറ്റാണ് കറക്റ്റ്. നെക്സ്റ്റ്. യൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഐ ലൈക്ക് ഡാഷ് ബ്ലൂ ടീഷർട്ട് ഓവർ ദെയർ ബെറ്റർ ദാൻ ഡാഷ് റെഡ് വൺ. രണ്ടും പർട്ടിക്കുലറാണ്. ഐ ലൈക്ക് ദ ബ്ലൂ ഷർട്ട് ഓവർ ദെയർ ബെറ്റർ ദാൻ ദ റെഡ് വൺ. രണ്ടും ദായാണ് കറക്റ്റ്. ആഡ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ആകുക. എത്ര സിമ്പിൾ ആണെന്നൊക്കെ. ലെറ്റസ് വന്നാൽ ഷാൾവി, ഷാൾവി. ലെറ്റസ് വന്നാൽ ഷാൾവി, ലെറ്റസ് നോട്ട് വന്നാൽ ഷാൾവി. എന്നാൽ പ്ലീസ് ലെറ്റസ് എന്ന് പറഞ്ഞാൽ വില്യു. പഠിച്ചിട്ടുണ്ടോ? പ്ലീസ് ലെറ്റസ് എന്നാണ് വരുന്നതെങ്കിൽ വില്യു, വില്യു. ഇനി മറക്കരുത്. നെക്സ്റ്റ്. ദ ഫാക്ട്സ് ഡാഷ് അണ്ടിൽ ടുമോറോ മോർണിംഗ്. ടുമോറോ മോർണിംഗ് ഫ്യൂച്ചറാ. ഒറ്റ കാര്യം, ടൈം വേർഡ്സ് പെട്ടെന്ന് നോട്ട്. ടുമോറോ മോർണിംഗ്. വില്ല് വോണ്ട് നടക്കുന്നത്. വോണ്ട് ബി സെന്റ്. ബാക്കിയുള്ളതൊന്നും വരില്ല. ഈസ് പ്രസന്റാ, നോട്ട് ബി സെന്റ് പ്രസന്റാ, ആറിന്റെ ബീയിങ് സെന്റ് ഉപയോഗിക്കാം. ഫ്യൂച്ചർ കാണിക്കാൻ വേണ്ടി ING ഉപയോഗിക്കാം. പക്ഷെ സെന്റിന്റെ സ്പെല്ലിംഗ് നോക്കി, SENT അവരുണ്ട്. ബീയിങ് കഴിഞ്ഞാൽ V3. ഇനി ഒരു തെറ്റുണ്ട്, 6. ഫാക്സ് സിംഗുലറാ, ഈസേ വരത്തുള്ളൂ.
അതുകൊണ്ട് വോണ്ട്. വിൽ പ്ലസ് നോട്ട് എന്നുള്ളതിന് വോണ്ട്. ഫ്യൂച്ചർ ആയതുകൊണ്ട് വോണ്ട്. വില്ലിന്റെ വോണ്ടാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് കറക്റ്റ്. ദ വിക്ടറി ഡാഷ് വാസ് മൈ ഫസ്റ്റ് സർപ്രൈസ് ഡെവലപ്പ്. ടോപ്പിക്കിന്റെ പേര് റിലേറ്റീവ് പ്രോണം. പാർട്സ് ഓഫ് സ്പീച്ചിലുള്ളതാണ്. വിക്ടറി ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. വിക്ടറി, കൈൻഡ്നെസ്, ക്രൂവൽറ്റി ഇങ്ങനെയൊക്കെ വന്ന വിച്ച് ആണ്. ദാറ്റ് അല്ല, വിച്ച് ആണ് ഉപയോഗിക്കുന്നത്. ആൻസർ വിച്ച്. സോ 10 ചോദ്യങ്ങളോട് കഴിഞ്ഞു. ഇനി ഒരു 10 ചോദ്യം കൂടെ അവസാനിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ 10 ചോദ്യം കൂടെ കേട്ട് വരും. മലയാളം മീഡിയം ആയിരുന്നു ഏറ്റവും കട്ടി. ഇതിന്റെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നെഗറ്റീവ് കഴിഞ്ഞുള്ള മാർക്ക് 3 ചോദ്യങ്ങളായി. 4ാമത്തെ ചോദ്യം, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. അവർ ബസ് 2023 ഉള്ളതാണ് കേട്ടോ. അവർ ബസ് വെന്റ് ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. ഇവിടെ അന്ന് ആൻസർ കീ കൊടുത്തിരുന്ന ത്രൂ ആയിരുന്നു. ത്രൂ, വെൻ ത്രൂ. വെന്റ് അക്രോസ് അല്ല, വെന്റ് ഇൻ അല്ല, വെൻ ഡൗൺ അല്ല. വെൻ ത്രൂ പിന്നെ മാറ്റി. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുന്ന കാരണം പറയാം. കാരണം ഗോ ത്രൂ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എക്സാമിൻ എന്നാണ്. ഫ്രേസൽ ഓർബ. അപ്പൊ വെന്റ് ത്രൂ എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ അർത്ഥം ശരിയാവത്തില്ല. അതുകൊണ്ട് പിന്നെ അത് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കിടന്നു. അവരുദ്ദേശിച്ചത് ത്രൂ ദ ഫോറസ്റ്റ് എന്ന്. പക്ഷെ ഒരിക്കലും വെൻ ത്രൂ ഒരുമിച്ച് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഫ്രേസൽ ഓർബായി പോവും, എക്സാമിൻ്റെ എന്നായി പോവും അർത്ഥം. വിച്ച് വൺ ഈസ് ആൻ ഇമ്പരറ്റീവ് സെന്റൻസ്. സൂപ്പറാണ്. സബ്ജക്ട് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ്. ദ പ്ലാന്റ് ഈസ് ഗ്രീൻ, അസർട്ടീവ്. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇന്ററോഗേറ്റീവ്. വേർ ഈസ് മൈ റാബിറ്റ്, ഇന്ററോഗേറ്റീവ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി. വെർബ് റീഡ്, വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ്. കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ. ആൻസർ റീഡ് ദിസ് ബുക്ക് നൗ, ഇമ്പരറ്റീവ്. 2 ചോദ്യങ്ങൾ. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. സൂപ്പർ ചോദ്യം. ഐ വിഷിന് ശേഷം ഉപയോഗിക്കുന്ന 5 എണ്ണം പഠിച്ചിടണം. ഹാസ്, ഹാവ്, ഹാഡും വന്ന ഹാഡ്, ഡൂൺ, ഡസൻ, ഡിഡും വന്ന ഡിഡ്, ക്യാനും കുഡും വില്ലും മുഡും ഒക്കെ വന്നാൽ മോഡൽ ഓക്സിലറി ഒരെണ്ണം കുഡ്, ഈസാമാർ, വാസ്, വേർ വന്ന വേർ, പിന്നെ വി ടു പാസ്റ്റ് വെർബ് ഏത് ഉപയോഗിക്കും. ഹാഡ്, ഡിഡ്, കുഡ്, വേർ, വി ടു. ഐ വിഷ് ഐ ഹാഡ് എ കമ്പ്യൂട്ടർ. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഡിഡ് ഇറ്റ്. ഞാനത് ചെയ്തിരുന്നെങ്കിൽ. ഐ വിഷ് ഐ കുഡ് ഡ്രൈവ് എ ബസ്. ഞാൻ ബസ് ഓടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഐ വിഷ് ഐ വേർ മമ്മൂട്ടി. ഞാൻ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ. ഐ വിഷ് ഐ കംപ്ലീറ്റഡ് ദ വർക്ക്. വി ടു. ഞാനത് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ ഐ വിഷിനകത്ത് ഏതെങ്കിലും ഉണ്ടോ നോക്കും. ഉണ്ട്, കുഡ് ഉണ്ട്, ഹാഡ് ഉണ്ട്. പണിയായി, രണ്ടും വരാം. അപ്പൊ അർത്ഥം നോക്കണം. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഐ വിഷ് ഐ ഡിഡ് കുഡ് ഹെൽപ്പ് യു ആണോ, ഐ വിഷ് ഐ ഹാഡ് ഹെൽപ്പ് യു ആണോ? ഹാഡ് ഹെൽപ്പ് യു എന്ന് വരത്തില്ല, ഹാഡ് ഹെൽപ്ഡ് യു എന്ന് വരും. അപ്പൊ കുഡാ. എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. അർത്ഥം വെച്ച് കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, ഹെവി ഡൗൺ പോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക് ഡാഷ് ദ ഹോൾ ഏരിയ. സൂപ്പർ. ഫ്ലഡ്. ഇനണ്ടേറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഇപ്പൊ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചു. ഇനണ്ടേറ്റഡ്, ഫ്ലഡി എന്നാണ്, വെള്ളപ്പൊക്കം എന്നാണ്. സോ ഹെവി ഡൗൺ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നടന്നു, കഴിഞ്ഞ ആഴ്ച. പ്രീവിയസ് വീക്ക്, വി ടു. ഇനണ്ടേറ്റഡ് എന്ന് പറയുന്ന വരട്ടെ. ഇനണ്ടേറ്റഡ് എന്ന വാക്ക് വരണം. ഇനണ്ടേറ്റഡ്. ഇവിടെ ഹാഡ് ഇനണ്ടേറ്റഡ് ഉണ്ട്, അല്ല. ഹാസ് ഇനണ്ടേറ്റഡ് വേണ്ട. ഹാഡ് മീൻ ഇനണ്ടേറ്റഡ്, ഈസ് ഇനണ്ടേറ്റഡ്. ആൻസർ ഇല്ല. വി ടു മതി. പ്രീവിയസ് വീക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്ക്. ഇനി വേണമെങ്കിൽ ഹാഡ് ഇനണ്ടേറ്റഡ് പറയാം, അതിന്റെ ആവശ്യമില്ല. പാസ്റ്റ് പെർഫെക്റ്റ് പറയാം. ശരി ഉത്തരം ഇനണ്ടേറ്റഡ് മതി കേട്ടോ. അതില്ലായിരുന്നു. ആ ഉത്തരം ക്യാൻസൽ. 8ൽ കമന്റ് 8. അപ്പൊ 2 എണ്ണം ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ഇന്ന് നിങ്ങളുടെ മാർക്ക് 8ലാ. അപ്പൊ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ കോൺസ്റ്റൊക്കെ വരുന്നത്. ദ ഇഡിയം റൈഡ്സ് ദ ഹൈ ഹോഴ്സ് മീൻസ്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, എളുപ്പമുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ, ഞാൻ ഉറപ്പ് വരുന്നു. ദ ഇഡിയം റൈഡ്സ് ദ ഹൈ ഹോഴ്സ്. റൈഡ്സ് ദ ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? കീപ് അവേ ഫ്രം ആണോ, ഫീൽ പ്രൗഡ് ആണോ, പുട്ട് ബ്ലെയിം ഓൺ അതേഴ്സ് ആണോ, അറ്റ് ദ എൻഡ്. ഹൈ 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 എന്ന് പറയുന്നത്. ഹൈ, നിങ്ങൾ കുറച്ചുകൂടെ ഹൈ ലെവലിൽ അറിയപ്പെടുന്നത്. പ്രൗഡ്, ഫീൽ പ്രൗഡ്. റൈഡ്സ് ദ ഹോഴ്സ് എന്ന്, ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഫീൽ പ്രൗഡ്. തീർന്നു. നെക്സ്റ്റ്, എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഓർ അൺലോഫുൾ. തെറ്റോ അൺലോഫുള്ളോ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര്. ഫിലാറ്റലിസ്റ്റ്, സ്റ്റാമ്പ് കളക്ഷനാണ്. പെഡാൻറ്റിക് എന്തോന്ന് പറയാം? പെഡാൻറ്റിക്, ലൗകികമായ, അതാണ് പെഡാൻറ്റിക്. നേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്വദേശിയായ. മിസ്ക്രന്റ് ആരാ? എ പേഴ്സൺ സംതിങ് റോങ് ഓർ അൺലോഫുൾ എന്ന് പറഞ്ഞാൽ തെറ്റോ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാ മിസ്ക്രന്റ്. ഫിലാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റാമ്പ് ശേഖരികൾ. നേറ്റീവ്, സ്വദേശി. പെഡാൻറ്റിക് പണ്ഡിതനാ. സോറി, എനിക്കൊരു അർത്ഥം പറ്റി. ഇറോട്ടിക്, ലൗകികം. ഇറോട്ടിക്, ഞാനത് തിരിഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കുക. ഇറോട്ടിക്, തെറ്റ് പറയാൻ പാടില്ല, എങ്കിലും ഇറോട്ടിക് ലൗകികമായ. പെഡാൻറ്റിക് പണ്ഡിതൻ എന്നാണ്. പെഡാൻറ്റിക്. ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ്. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത്, ഉച്ചയ്ക്കുള്ള ഉറക്കം ഹെൽത്തി അല്ല. ജെറണ്ട്, സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ. വേണ്ട, ജെറണ്ട് എത്ര സിമ്പിളാന്ന് എനിക്ക് 2 എണ്ണം ചോദിച്ചേ. എല്ലാ ചോദ്യ പേപ്പറിലും ജെറണ്ട് ഉണ്ടായിരുന്നു, സബ്ജക്ട് ഓർമ്മ ഗ്രീവിൻ ഉണ്ടായിരുന്നു. പഠിച്ചോണം, എത്ര ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പോഷൻ ഉണ്ടായിരുന്നു. ദേ വിൽ ഹാവ് ടു ഡാഷ് ഇഫ് ദേ വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ. ഇഫ് ക്ലോസ്. ഇഫിന് ശേഷം V1 വന്നാൽ വില്ലും ഷാളും.
ഇതല്ലല്ലോ. ഹാവിന് ശേഷം വില്ലൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ടുവിന് ശേഷം V1 വെർബിന്റെ ബേസും ടു റൺ. റാൻ വരത്തില്ല, റണ്ണിങ് വരത്തില്ല, ഹാർഡ് റൺ വരത്തില്ല. ടുവിന് ശേഷം റണ്ണിങ് വരാം, ജെറണ്ട് ആണ്. ഇവിടെ ജെറണ്ടിന്റെ ആവശ്യമില്ല. ദേ വിൽ ഹാവ് ഇറ്റ് ടു റൺ. ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളിൽ ഒന്ന്. ദ ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാണ്ടോ ഡാഷ് എ ഗൺ. ഒരു ഉപകരണം, തോക്ക്, പിച്ചാത്തി, വെട്ടോത്തി, വാക്കത്തി, കടാര, കുന്തം, ഇതൊക്കെ ഏത് ഉപകരണം? വിത്ത്. വിത്തേ നൈഫ്, വിത്തേ ഗൺ, വിത്തേ അങ്ങനെ വിത്തേ ഡാഗർ, കടാര എല്ലാം വരും. വിത്തേ പെൻ, പെന്ന് പെൻസിലൊക്കെ വന്നാൽ പേന കൊണ്ട് എഴുതി. ഹി റെഡ് വിത്ത് എ പെൻ. എന്നാൽ മഷി കൊണ്ട് എഴുതി എന്ന് പറയുമ്പോൾ ഇൻ റെഡ് ഇങ്ക്, ഇൻ ഇങ്ക്, ഇൻ ബ്ലൂ ഇങ്ക്, ഇൻ ബ്ലാക്ക് ഇങ്ക് എന്ന് പറയും. ഇങ്ക് ആണെങ്കിൽ ഇന്നും, പെന്നാണെങ്കിൽ വിത്തും. പഠിച്ചിട്ടുണ്ട്. പെന്നും പെൻസിലും ഒക്കെ വിത്തേ പെൻ. അവസാനത്തെ ചോദ്യം, ഇഫ് യു ഡാഷ് ദ വർക്ക് യു ക്യാൻ ഗോ. നമുക്കറിയാം എന്താണ് അത്? ഈഫ് ക്ലോസ് ആണ്. ക്യാൻ വന്നു കഴിഞ്ഞാൽ വില്ലിന്റെ അതേ ഗുണം ചെയ്യും, അതായത് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പം V1 ആണ് വരേണ്ടത്. ഓപ്ഷനകത്ത് കംപ്ലീറ്റഡ് V2 ആണ്, ഹാർഡ് V3 ആണ്. V1 എന്നുള്ളത് കംപ്ലീറ്റ്സും കംപ്ലീറ്റും ആണ്. കംപ്ലീറ്റും കംപ്ലീറ്റ്സും ആണ്. യു സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ആൻസറിൽ കംപ്ലീറ്റ് വരും. ഓക്കെ, യു കംപ്ലീറ്റ്. ഹി ആയിരുന്നെങ്കിൽ കംപ്ലീറ്റ്സ് വന്നേനെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 40 ചോദ്യങ്ങളാണ് ചെയ്തത്. അതും 4 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ 4 വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പർ. കന്നഡ മീഡിയം, തമിഴ് മീഡിയം, മലയാളം മീഡിയം. സോ മലയാളം മീഡിയത്തിലെ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. അവസാനത്തെ പരീക്ഷ 8 മാർക്കിനാണ് നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്യേണ്ടത്. അവസാനം നമ്മൾ ചെയ്ത 3 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്കാണ് എനിക്ക് അറിയേണ്ടത്. ആദ്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ സമയം തന്നിരുന്നു. അപ്പോൾ മാർക്ക് കൂടെ കമന്റ് ചെയ്യുക. ഇത് ഒരു വ്യത്യസ്തമായ ക്ലാസ് ആയി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. അതുമാത്രമല്ല, ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പരീക്ഷ ബേസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പെഡഗോജിയൊക്കെ ഉൾപ്പെടുത്തി. വെയിറ്റ് ആൻഡ് സി. നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. മുന്നോട്ട് പോകുക. അത് മാത്രമല്ല, എൻട്രിയുടെ ഈ ടീച്ചിങ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ്. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.